എല്ലാം ഒന്ന് റെഡിയായി ഏകദേശമൊക്കെ ഒന്ന് ലെവലാകുമ്പോഴത്തേക്കും നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ എല്ലാവരും കൂടെ എന്നെ ഇതാക്കി പോകണ്ടാത്ത രീതിയിലൊക്കെ ആക്കി. ഒരു സമയത്ത് ഒരുമിച്ച് നിന്നിട്ടില്ല ആശ്നാന്റെ താളം തെറ്റി, ഒരുമിച്ച് നിന്ന് എന്റെ താളം തെറ്റി. ഒരു സമയത്ത് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കുമായിരുന്നു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു. ഇതിങ്ങനെ അവിടെ ഇവിടെ എന്നുള്ള ഒരു ലൈഫായിരുന്നു ഇത്രയും നാളും. പിന്നെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നമ്മളങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണിത്. അതായത് കുറേ നാളുകളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ സ്ഥിരം കുടുംബവിശേഷമാണ് കേട്ടോ ഞങ്ങളുടെ. അതുകൊണ്ട് ചില ആൾക്കാർ വേറെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായ വീഡിയോസ് ആണ് കണ്ടിട്ട് അവരെ സമയം കളയണ്ടല്ലോ. അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്, എന്താണ് കാസർഗോഡ് പോകാത്തത്, അവിടെ എന്തുകൊണ്ടാണ് നിൽക്കാത്തത്, അഫീനെ അവിടെ ചേർത്തൂടെ, ഇപ്പോൾ ഒക്കെ നാട്ടിലുള്ള സമയമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ചിലതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻസ് ആയിരിക്കും. ചിലത് ഭയങ്കര ഇമോഷണലായിട്ട് ഇന്നാളൊക്കെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ എത്ര നാൾ നമുക്ക് ആയുസ് ഉണ്ടെന്നുള്ളത് അറിയില്ല, അപ്പോൾ അത്രയും നാൾ ഒരുമിച്ച് നിൽക്കാനല്ലേ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും വന്നിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്ര നാളത് ലേറ്റ് ആക്കിയത്. അപ്പം എല്ലാം ഒന്ന് റെഡിയായി ഏകദേശമൊക്കെ ഒന്ന് ലെവലാകുമ്പോഴത്തേക്കും നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയുള്ള നമ്മുടെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു. ഞാൻ ഈ ലാസ്റ്റ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ പോവാൻ വിചാരിച്ച് തന്നെയാണ് വന്നത്. ഒന്നും കൂടെ പോവാമെന്ന് വിചാരിച്ചൊക്കെയാണ് ഇരുന്നത്. പോയിട്ട് അപ്പോഴേക്കാണ് ബസ്സിൻ്റെ നമ്മുടെ പാണത്തൂർ വേണ്ടി ഇൻസ്പെക്ഷൻ ആയിരുന്നു. ഇൻസ്പെക്ഷനായിട്ടാണ് പിന്നെ അതിന് വേറൊരാളെ ഏൽപ്പിക്കണ്ട, സ്വന്തം തന്നെ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. അതൊരു 1.5 മാസം അതിൻ്റെ പുറകെ പോയല്ലോ ഏകദേശം. അത് പോയി നവംബർ ആയി വണ്ടി ഇറങ്ങി വരുമ്പോൾ. ഡിസംബറിൽ നമ്മുടെ വീട് മാറേണ്ട സമയം കൂടെ ആയിരുന്നു. അപ്പോൾ ഈ ആ സമയത്ത് ഇവർ കിടന്ന് കഷ്ടപ്പെടേണ്ടല്ലോ, ഒറ്റക്കായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അതുവരെ നിൽക്കാമെന്ന് വിചാരിച്ചു. വീട് വേറെ നോക്കിയിട്ട് അത് അറേഞ്ച് ആയില്ല. അങ്ങനെ പിന്നെ ഇപ്പം നല്ല വീട്ടിലേക്ക് തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ അപ്പോഴേക്കും ഇവർ സ്ട്രോങ് ആയി, ഗൾഫിൽ പോകുന്ന കാര്യത്തിൽ പോകണ്ടെന്നുള്ള കുറേ തീരുമാനങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി വന്നാൽ പിന്നെ ഞാനും വിചാരിച്ച എല്ലാവരുടെ ആഗ്രഹം കുഞ്ഞൊരു ലൈഫ്. കണ്ടമാനം ഇനി കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം നിങ്ങൾ കണ്ടതല്ലേ, അപ്പോൾ പിന്നെ കണ്ടമാനം എനിക്കും പിന്നെ ഒരു മടുപ്പായി ഇല്ല കാര്യം പറയുന്നത്. എന്താ ഉള്ളത് കൊണ്ട് മതി, സമാധാനത്തിൽ നാട്ടിൽ തന്നെ നിൽക്കാമെന്നൊരു തോന്നൽ എനിക്കും വന്നു. എല്ലാവരും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനി പോകുന്നില്ലേ. എനിക്ക് മൊത്തത്തിൽ എല്ലാവരും കൂടെ എന്നെ ഇതാക്കി പോകണ്ടാത്ത രീതിയിലൊക്കെ ആക്കി. അപ്പോഴേക്കും ഡിസംബർ ആയതുകൊണ്ട് പിന്നെ അവൻ്റെ ക്ലാസ്സും ചെറിയ ക്ലാസ്സിലാണെങ്കിലും പിന്നെ അവിടെ നിന്നൊരു പറിച്ചാടൽ വേണ്ട, ഈ അക്കാദമിക് ഇയറും കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം മാർച്ച് അവസാനത്തിലേക്ക് എത്തി അവൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോൺവൊക്കേഷൻ ഡേ ആയിരുന്നു. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലെത്തി ഫുഡ് കഴിച്ചിട്ട് വന്ന് വീഡിയോ എടുക്കുന്നതാണ് ഞങ്ങള്. പിന്നെ ഇതിപ്പോ വീട്ടിലെടുക്കാത്ത അവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമല്ല, ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് കളിയാണ്. നമുക്കിപ്പോ ആശ്നാന്റെ വീഡിയോ എടുപ്പിന്റെ കുറയാൻ കാരണം തന്നെ കുട്ടികള് ഈ വന്ന് മുട്ടലാണ്. നിധിയാണെങ്കിലും അവളെ സമാധാനത്തിൽ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഫുള്ള് മുട്ടായതുകൊണ്ട് ആണ്. നമുക്കൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ സമാധാനത്തിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. കുട്ടികളുടെ ബഹളവും കാര്യങ്ങളും അത് കുഴപ്പമില്ല, കുട്ടികളാകുമ്പോൾ പിന്നെ വെക്കേഷൻ ടൈമല്ല, അവർക്ക് അർമാദിക്കുന്ന സമയമല്ലേ. അങ്ങനെ ഈ ഇപ്പോൾ പോകാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് കാസർഗോഡേക്ക്. ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വിടും അല്ലേ. അതുമാത്രമല്ല ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനമായി അങ്ങോട്ടേക്ക് താമസിക്കാന്നാകും. ഉമ്മാക്കും ഉപ്പാക്കും വലിയൊരു ആഗ്രഹം. അവരുടെ നാടാണല്ലോ ഇടുക്കി ജില്ല, അവരുടെ നാടാണ്. അപ്പോൾ അവർക്ക് കുറച്ച് നാൾ അവരുടെ റിലേറ്റീവ്സും അവരെന്നല്ല നമ്മുടെ എല്ലാവരുടെ റിലേറ്റീവ്സും ഇവിടെയാണ് കൂടുതലുള്ളത്. അവരവിടെ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട പോലത്തെ അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, അവരേറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് ഇടുക്കിയിലേക്ക് താമസം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ എല്ലാം ഇവിടെയാണ്, അവര് ജനിച്ചു വളർന്ന നാടാണ്. ജനിച്ചു വളർന്ന നാട് ഇതായതുകൊണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ ബസ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ലോക്കായി പോയി. അത് മാത്രമല്ല കേട്ടോ, ഞാനും അനിയനും തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാത്തതിന് മെയിൻ കാരണമുണ്ട്. അവിടെ തന്നെയല്ലേ, കാസർഗോഡ് തന്നെയല്ലേ. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് വിട്ട് വേറൊരു എനിക്ക് അതൊന്നും നിങ്ങൾക്ക് അറിയാലോ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതുപോലെ കൊണ്ടാണ്
എനിക്ക് ഇവിടെ ഞാൻ അധികം കൂട്ടുകാരും ഇല്ല, കണ്ടാൽ മിണ്ടുന്ന അങ്ങനെയുള്ള ഞാൻ അധികം അങ്ങനെ അങ്ങനെ നമുക്കൊരു പ്രായം കഴിഞ്ഞിട്ട് കൂട്ടുകൂടാൻ ആ ഒരു ഇത് കിട്ടൂലല്ലോ, വൈബ് കിട്ടൂലല്ലോ. ഇങ്ങനെ കണ്ടാൽ മിണ്ടും നല്ല സ്നേഹത്തിൽ സംസാരിക്കുക എന്നല്ലാതെ അവിടെ എൻ്റെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയി ആ നാടിനോടും. നാടതായി, ഇത് നമ്മൾ വിരുന്നുകാരെ പോലെ വന്നു പോകുന്ന സ്ഥലമായി, അത് സ്വന്തം നാട് പോലെ ആയി, നാട് പോലെ ആയി, നല്ല നാടാണ്. അങ്ങനെ അവര് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തു, അപ്പോൾ ഇവള് വരുന്നോണ്ട് ഒരാളെ ഏൽപ്പിച്ചിട്ട് ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ സമാധാനത്തിൽ പോകാലോടാ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാനും കുറേ വർഷങ്ങളായിട്ട് അവർ പറയുന്നല്ല, പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചാൽ അവർ കുറച്ച് നാള് അശ്നാന്റെ തൊട്ട് 3 വീട് അപ്പുറത്ത് ഇപ്പൊ നിലവില് നമ്മുടെ പഴയ വീടില്ല, പണ്ടത്തെ വീട് മഞ്ചിക്കല്ല് വീട്, അത് അഡ്വാൻസ് കൊടുത്തിരിക്കുക തൊട്ട് ഇപ്പുറത്തെ. അതെ 3 വീട് ഇപ്പുറത്താണ് നമ്മള് പുതിയ വീട് ഉമ്മാക്കും ഉപ്പാക്കും എടുത്തിട്ടുള്ളത്. കുഞ്ഞു വീടാണ് കേട്ടോ അതും. അവർക്ക് അത്ര സൗകര്യങ്ങൾ മതി എന്ന് പറഞ്ഞു. പിന്നെ നമുക്കും നമ്മുടെ കൊക്കിലൊതുങ്ങുന്നാലും നമുക്കും എടുക്കാൻ പറ്റും, ഇപ്പോഴത്തെ സാഹചര്യമല്ലേ. അപ്പൊ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും ഫണ്ട് തന്ന് സഹായിച്ചു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടെ സഹായിച്ചിട്ട് നമുക്കൊരു കുഞ്ഞു വീട് സെറ്റ് ആക്കിയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അവർ കുറച്ചു കാലം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർക്കൊരു ആഗ്രഹമല്ലേ, പിന്നീട് വരണം തോന്നുമ്പോൾ വരാമല്ലോ, എപ്പോഴും വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞും വരാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ ഇവളുടെ പഴയ വീട്, ലാസ്റ്റിൻ്റെ പഴയ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീട്, ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് മുമ്പേ മാറേണ്ടതാണ്. മറ്റുമ്മച്ചിക്ക് ഒരുപാട് മാറ്റമുണ്ട്, നന്നായിട്ട് അല്ലേ പാചകം ചെയ്യാനടക്കം തുടങ്ങി. നമ്മള് ഈ എന്താണ് വേറൊരു വീട്ടിലേക്ക് മാറാനുണ്ടായിരുന്ന ഒരു സാഹചര്യം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ്. പക്ഷെ അതിൽ കുറെ പേരെന്നല്ല, ഒരു കുറച്ച് പേര്, 1-2 ആൾക്കാര് അവരിങ്ങനെ നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്, നമ്മുടെ പൈസ കൂടുതലുള്ളത് കൊണ്ടാണ് മാറുന്നതെന്നൊക്കെ കുറച്ച് ഒരു വർത്താനം. വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് വന്നു. പിന്നെ അങ്ങനല്ല, അത് മാറാൻ കാരണം ഒന്നാമത് മറ്റുമിച്ചിട്ട് അസുഖങ്ങൾ കാര്യങ്ങള്, പിന്നെ അങ്ങനെ ഒരു സൗകര്യം നമ്മൾ നോക്കി. പിന്നെ ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അതൊക്കെ തുടർന്നാണ് നമ്മൾ വേറൊരു വീട്ടിലേക്ക് മാറിയത്. പിന്നീട് നമ്മൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ഇപ്പോൾ ഉള്ള വീട്ടിലേക്ക് മാറുന്ന സമയത്ത് തന്നെ അവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ ആ വീട് ചെറുതായിട്ടൊന്ന് പെയിന്റ് അടിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ആ സമയത്താണ് അവിടെ വെള്ളത്തിന്റെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ പ്ലാനൊക്കെ അവിടെ എന്താ പറയുക, തകിടം മറിഞ്ഞു. അതെ, വെള്ളം ഇല്ല. ഞങ്ങൾ ഒരു പണ്ടേ വെള്ളം വേറെ ഇങ്ങനെ എടുക്കായിരുന്നു, പൈപ്പ് വെച്ചിട്ട് പൈപ്പിൽ വേറെ കിണറ്റിൽ നിന്ന് എടുക്കായിരുന്നു. ഇപ്പം അതിൻ്റെ ഓണർഷിപ്പൊക്കെ മാറി വന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ വലിയ ഹ്യൂജ് എമൗണ്ട് ആയി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയൊരു എമൗണ്ട് ആണ് വെള്ളത്തിന് ചോദിച്ചത്. പിന്നെയും കൊടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ അത്രയും വലിയ എമൗണ്ട് ആകുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്. കാരണം നമ്മളൊന്നും വെള്ളത്തിന് ഇങ്ങനെ എന്താ പറയാ, അത് ശരിയാണ്, പല നാട്ടിലും പല സ്ഥലത്തും നടക്കുന്നതാണ് വെള്ളത്തിന് അവകാശം പൈസ കൊടുത്ത് വാങ്ങിക്കലുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ വെള്ളം അശ്വൻ്റെ അത്തച്ചിക്ക് താഴെ ഇച്ചിരി സ്ഥലവും വീടൊക്കെ ഉണ്ട്, ഒരു തറവാട് വീടൊക്കെ ഉണ്ട്, ഞങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു കിണറുണ്ട്, അവിടെ നിന്ന് വെള്ളം എടുക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി ലാസ്റ്റ്. അപ്പം അങ്ങനെ അവരും ഓക്കെയാണ്, അവരും കംഫർട്ട് അല്ല കേട്ടോ. അവർക്ക് ഈ ഇത്ര വലിയ സെറ്റപ്പ്, അത്യാവശ്യം ഈ 3-4 റൂം കാര്യങ്ങൾ അങ്ങനെയുള്ള വീടൊന്നും വേണമെന്ന് അവർക്കും വലിയ ആഗ്രഹവും ഇല്ല. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പം അവരും അവിടെ പോകാൻ അവർക്കും കംഫർട്ടാണ്. കാരണം ഞങ്ങളിപ്പോൾ നിന്ന 2 സ്ഥലത്തും ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ചാർജ്. കാരണം വയ്യാത്ത ആൾക്കാരാണ്, അപ്പോൾ എപ്പോഴും ഓട്ടോറിക്ഷേനെ ആശ്രയിക്കേണ്ടി വരും. വയ്യാത്ത ആൾക്കാരല്ലേലും ഒന്ന് ഉടുമ്പന്നൂർക്ക് പോണെങ്കിൽ ചന്തയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഓട്ടോ വിളിക്കണം. വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബസ് അങ്ങനെ നിന്നതാണ്. അല്ലെങ്കിൽ റിട്ടേൺ ഓട്ടോറിക്ഷ തന്നെ ഉണ്ടാവും, ഒരു 10 രൂപയ്ക്ക് തീരേണ്ട കേസേ ഉണ്ടാവുള്ളൂ കൂടി പോയാല്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവർക്കും കംഫർട്ടാണ്, അവർക്കും ആൾക്കാർ വന്നു പോയി അവരുടെ ഒരു അടിത്തറ അവിടെ തന്നെയാണല്ലോ. അങ്ങനെ അവർക്കും കുറെ ആയി അവരും പറയുന്നത് അങ്ങനെ ഈ വെള്ളത്തിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ എല്ലാം റെഡി ആയതാണ്, എല്ലാം റെഡിയായി. ഞങ്ങളുടെ അവരങ്ങോട്ട് പോകേണ്ട കാര്യങ്ങൾ റെഡിയായി. എൻ്റെ ഉപ്പായും ഉമ്മയും വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട സാഹചര്യത്തിലുള്ളൊരു വീടും കാര്യങ്ങളൊക്കെ ഒത്തുവന്നു. എല്ലാം ഇരിക്കുമ്പോൾ അശ്വൻ്റെ അത്തച്ചിക്ക് സുഖമില്ലാണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലായിട്ട് ഇന്നലെ ഡിസ്ചാർജ് ആയിട്ട് എത്തിയതേ ഉള്ളൂ, കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം എൻ്റെ ഈ മാസത്തെ കാൽക്കുലേഷനൊക്കെ മൊത്തം തെറ്റിപ്പോയി മാർച്ചിൽ. കാരണം മാർച്ചിൽ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് 2 പേരെ അങ്ങനെ ഇതാക്കി ഇപ്പം നിലവിലുള്ള വീട് മാറാം എന്ന സാഹചര്യത്തിൽ വന്നു. പെട്ടെന്നാണ് അസുഖം ആർക്കും വരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അച്ഛക്ക് ഇങ്ങനെ ഒരു വയ്യായിക വന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ കുറച്ച് ദിവസം അഡ്മിറ്റ് ഒക്കെ ആയിട്ട് ഷോർട്സ് ഒക്കെ കുറെ ദിവസമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊന്നും ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല, മൈൻഡ് ഒന്നും അത്ര സെറ്റ് ആയിരുന്നില്ല. പിന്നെ ആ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളിട്ട ആ ഒരു വീഡിയോ മുതലാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിലിൽ എനിക്കിപ്പോൾ ഒരു KSRTC ഒരു ഇൻ്റർവ്യൂ ഉണ്ട് 2-ാം തീയതി. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും പോകണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അവിടെ കാസർഗോഡുകാർക്ക് അറിയാം, അട്ടേങ്ങാനം അമ്പലത്തിൽ വയനാട്ട് കുലം എന്ന് പറഞ്ഞ വലിയ കാസർഗോഡ് ജില്ലയിൽ ഭയങ്കരമായിട്ട് ഒരു ആഘോഷമായി നടന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി എടുക്കാമെന്ന് ഇവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് അവർക്കെല്ലാം പോകേണ്ടതാണ് അതിനൊക്കെ. അപ്പോൾ അതുണ്ട് 4-ാം തീയതി 5-ാം തീയതി ഒക്കെ അതിൻ്റെ തിരക്കായി. പിന്നെ 7-ാം തീയതി 8-ാം തീയതി 9-ാം തീയതി ഇലക്ഷനായി. അപ്പോൾ ബസ് രണ്ടും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനും അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വിഷുവായി, ആൾക്കാർ ലീവാണ്, അപ്പോൾ ഡ്യൂട്ടി എടുത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഓൾറെഡി ഇതിങ്ങനെ ഇവരെ ചേഞ്ച് ചെയ്ത് നേരെ ആശനാനും കുട്ടിയും കൊണ്ട് അങ്ങോട്ട് പോയി അവിടെ ഒന്ന് സെറ്റാവാം, ഏപ്രിലിൽ സെറ്റാവാമെന്ന് വിചാരിച്ചാണ് ഈ വരെ വന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് ബ്ലോക്കായി. ഇപ്പോൾ മിക്കവാറും ഞങ്ങൾ ഒരുമിച്ച് പോവും. പക്ഷേ ഇവിടുത്തെ കാര്യം ഇവരിപ്പോൾ നിലവിലുള്ള വീട്ടിൽ 2 കുടുംബവും, ആശനാൻ്റെ കുടുംബം എൻ്റെ കുടുംബവും, 2 പേരും അത്രയും അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നോളും. പക്ഷെ അവര് ഉടനെ തന്നെ ഷിഫ്റ്റിംഗ് നടക്കും. എത്തിച്ചൊക്കെ ഉടനെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവര് നമ്മുടെ മഞ്ചുകല്ല് വീട്ടിലേക്ക് വന്നു. അതൊന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിടേണ്ട ഒരു താമസമുള്ളൂ. അവരങ്ങോട്ടേക്ക് മാറും. പിന്നെ ഉമ്മ ഉപ്പായും ഇവിടെ നിൽക്കും. പിന്നെ 2 മാസത്തിനുള്ളിലല്ല അതിന്റെ, നമ്മളിപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടേ ഉള്ളൂ. ആ വീട്ടിൽ ഓൾറെഡി വാടകക്കാരുണ്ട്. അപ്പൊ അവര് മാറിയാലാണ് ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് 2 മാസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 2 മാസത്തിനുള്ളിൽ ആധാരവും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവരും ആ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മള് കാസർഗോഡേക്ക്. അങ്ങനെ ആയിരിക്കും ഇനിയുള്ള ലൈഫ്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല, നോക്കാം നമുക്ക് എങ്ങനെ സംഭവിക്കുന്നു. പിന്നെ ഇനിയും ഒരുമിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ താളം തെറ്റും. അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറില്ലേ, എന്താണ് കാസർഗോഡ് നിൽക്കാത്തത്, എന്താണ് ഒരുമിച്ച് നിൽക്കാത്തത്. ഇത് അതിനെക്കാട്ടിലും ടെൻഷനിലും അതിനെക്കാട്ടിലും വിഷമത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. കാരണം എൻ്റെ ഒരു സമയത്ത് ഒരുമിച്ച് നിന്നിട്ടില്ല ആശനാന്റെ താളം തെറ്റും, ഒരുമിച്ച് നിന്ന് എന്റെ താളം തെറ്റും. ഒരു സമയത്ത് എൻ്റെ മെന്റൽ ഹെൽത്ത് ഒക്കെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കുമായിരുന്നു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു. എനിക്കത് ഓർക്കാനും കൂടെ പറ്റില്ല. ഇത് എങ്ങനെയൊന്നും തീരുമാനമാക്കാതെ വഴിയുണ്ടായിരുന്നില്ല. ഇവള് കൂടെ ഇല്ലാതെ കാസർഗോഡ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് വരട്ടെ, പുറത്തേക്ക് വരട്ടെ. സീരിയസ്ലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നമ്മളിത് ഒരു വിധം ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി ഉള്ളൂ, അഫിയുടെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഇരുന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഒക്കെ കുറേ ദിവസം ഇവിടെ വന്ന് നിൽക്കും. പിന്നെ പോയി കഴിയുമ്പോൾ എനിക്ക് ആകെ പ്രാന്താവും. ഞാൻ ഓർക്കും എന്താ ആവശ്യം ഇങ്ങനെ മാറി നിൽക്കണതിൻ്റെ. കുറച്ച് നാളോടെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്നുള്ളത് ഒരു റിയാലിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാലും വിചാരിക്കും എന്താ ആവശ്യം, ഇത് ആർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കും. അതിൻ്റെ കൂടെ ഈ കമൻറ്റും കൂടെ കാണുമ്പോഴത്തേക്കും എനിക്ക് ആകെ റിലേ കട്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കമൻറ്റ് കണ്ടത്, നമുക്ക് എത്ര ആയുസുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ആ സമയമൊക്കെ അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷനും ആകെ വെപ്രാണമൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ ഏകദേശം ഒന്ന് തീരുമാനമായി, പിന്നെയാണ് സമാധാനമായത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഫ്രീ അല്ലേ, അതുകൊണ്ട് എനിക്ക് മാക്സിമം ഇവിടെ വരുന്നത് ഇവരിങ്ങനെ നിൽക്കുന്നത് എനിക്കങ്ങനെ ഫീലായിട്ട്, കാരണം ഞാൻ എൻഗേജിങ് അല്ലേ. ഞാൻ ഇവിടുന്ന് പോകുന്ന അന്ന് നൈറ്റ് പോയി അവിടെ രാവിലെ എത്തിയിട്ട് ഡ്യൂട്ടി കയറും. മിക്ക ദിവസങ്ങളിലും അങ്ങനെ. നമ്മുടെ വണ്ടി തന്നെ അല്ല കേട്ടോ, കാണുന്ന ഏത് വണ്ടിയിലാണ് വിളിക്കുന്നത് ആ വണ്ടിയിൽ. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ അവര് ലീവ് പറഞ്ഞാൽ മാത്രം പോകും, അല്ലാതെ പിന്നെ രാത്രിയാവും വീട്ടിലെത്തുമ്പോ അപ്പൊ കിടക്കാനുള്ള സമയവും എല്ലാം. നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഈ രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്ന് ആകെ പാടും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ലാതെ ഇങ്ങനെ കമന്റ്സിൽ ഇങ്ങനെ കാസർഗോഡ് ഫ്രീ ടൈം ഇല്ല എനിക്ക്. എന്നെ സംബന്ധിച്ച് ഫ്രീ ടൈം ഇല്ല. രാവിലെ എഴുന്നേറ്റാ മാത്രം മതി, ഓരോന്നായിട്ട് വന്നോളും. ഫ്രീ ടൈം എന്ന് പറഞ്ഞൊരു ടൈം കാസർഗോഡ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇവര് മിസ് ചെയ്യാന്ന് വെച്ചൊരു സമയം കിട്ടണ്ടേ. പക്ഷെ അത് ശരിയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് റീൽസ് എടുക്കാനും വീഡിയോസ് അങ്ങനെ അധികം കുറവായിരുന്നല്ലേ. റീലൊക്കെ പിന്നെയും ചെയ്തോണ്ടിരുന്നത്. പിന്നെ മറ്റേ ഇങ്ങനെ ഗൾഫിലായിരുന്നപ്പോൾ ഇപ്പോഴും എന്താ വ്യത്യാസം, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. നമുക്ക് നമ്മൾ ഇഷ്ടമുണ്ടായിട്ടല്ല ഇങ്ങനെ നിന്നത്, നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. അല്ല ഇത് കുഴപ്പമില്ല, ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. കാരണം ഇവള് ഗൾഫിലേക്ക് വരുമ്പോൾ ഞാൻ ആശ്നാനോട് പറഞ്ഞ അങ്ങനെയാണ്, ഞാൻ നാട്ടിലേക്ക് ലീവിന് വരുന്ന പോലെ അല്ല, നിങ്ങൾ ഇങ്ങോട്ട് ഗൾഫിൽ വരുമ്പോൾ ഞാൻ എൻഗേജിങ് ആയിരിക്കും.
അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി. പിന്നെ ഇത് തന്നെ അപ്പൊ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലേക്കാന്ന് ഗൾഫിലേക്ക്. പക്ഷെ അത് നിങ്ങൾക്ക് കംഫർട്ടായിരുന്നു. അല്ല 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അവിടെ നിൽക്കും അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. പിന്നെ ഗൾഫിൽ, അതായത് ആ ഗൾഫിലായിരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇവിടെ നിൽക്കും, ചിലപ്പോൾ അവിടെ നിൽക്കും. ഇതിങ്ങനെ അവിടെ ഇവിടെ എന്നുള്ള ഒരു ലൈഫായിരുന്നു ഇത്രയും നാളും. പിന്നെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം എന്താ അതൊക്കെ കൊണ്ട് ഇപ്പം എന്തായാലും ഒരു ചെരിഞ്ഞു പോകുന്നുണ്ട് ലോണായല്ലേ. ഞാൻ വിചാരിച്ചു എന്താ പറ്റിയതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഞങ്ങളുടെ തീരുമാനങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് തോന്നി. ഞങ്ങളുടെ എപ്പോഴും വിശേഷങ്ങൾ അറിയുന്ന ആൾക്കാരല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ വീഡിയോസായി ഉപകാരമുള്ള വീഡിയോസായിട്ടൊക്കെ വരും. ഇതിപ്പോൾ ഞങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു വെച്ചാണ്. എന്തായാലും നല്ല രീതിയിലുള്ള കണ്ടൻറ്റുമായിട്ട് വരാൻ ശ്രമിക്കാം. ഞങ്ങൾ ഒരുമിച്ചുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് പ്രോപ്പറായിട്ട് വ്ളോഗൊക്കെ ചെയ്ത്, ഞാൻ എപ്പോഴും പറയണതാണ് പ്രോപ്പറായിട്ട് വ്ളോഗ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരിക്കലും നടക്കാറില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും എന്താ ഇനി എന്നേക്കാ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാൻ. ഞങ്ങൾ ഇതാണ് പ്രസന്റ് സിറ്റുവേഷൻ അവിടെ. പിന്നെ മറ്റുമിച്ച് ഇപ്പോൾ ഓക്കെ, അത്തച്ചിക്കും സുഖമില്ലായ്മയുണ്ടായിരുന്നു, അതും റെഡിയായി. ഇനി ഒരു ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ, ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. അത് അടുത്ത മാസം 21-ാം തീയതിയാണ് വരാനുണ്ട്. അപ്പോൾ പ്രശ്നമില്ല, ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാൻ അസൗകര്യ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വേറൊന്നുമില്ല നിങ്ങളോട് പറയാൻ. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഒരു 2-2.5 വർഷത്തോളം ഇങ്ങനെ നിന്നല്ലേ അവിടെ? ഇവിടെ വന്നിട്ടില്ലടാ, അങ്ങനെ അല്ലാന്ന് നമ്മള് വീട് മാറിയിട്ട് 1 വർഷം അമ്മയപ്പുറ വീട്ടില്, പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് 1 വർഷം. അത് അവിടെ ആദ്യം വെള്ളം ഞങ്ങൾക്ക് അത്യാവശ്യം കിട്ടിക്കൊണ്ടിരുന്നതാണ്. പിന്നെയാണ് മാറിയപ്പോ പിന്നെ അങ്ങ് ബ്ലോക്കായിട്ട് പിന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അല്ല എനിക്ക് പിന്നെ വെള്ളത്തിന് പൈസ കൊടുത്ത് വാങ്ങിപ്പണ്ട്. ഇവരൊക്കെ എത്രയോ ദൂരം എൻ്റെ ഉമ്മയൊക്കെ പഞ്ചായത്ത് കണ്ടെന്ന് കോരി കൊണ്ടുവന്ന് കുളിക്കാനൊക്കെ ഞങ്ങൾ പുറത്താ പോയിക്കൊണ്ടിരുന്നത്. കുളത്തിലും പുഴയിലും അല്ലെങ്കിൽ പഞ്ചായത്ത് കിണറ്റിൻ്റെ അവിടെ മറ കെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കുളിച്ചോണ്ടിരുന്നത്. നമുക്ക് പിന്നെ വെള്ളത്തിന് അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ട് വന്നാലും നമുക്കൊന്നും ബാധിക്കൂല. നമ്മൾ ഇതൊക്കെ പിന്നെ വീട്ടില് പഠിച്ച സാഹചര്യം കിണറ്റില് അൽഹംദുലില്ലാ വെള്ളം. അത് ഞാൻ ആരെങ്കിലും അവിടെ ബുദ്ധിമുട്ട് മേളിലേക്ക് പൈപ്പ്, ഞങ്ങൾ പഴയ കിടന്ന വീട്ടിലേക്ക് പൈപ്പ് അന്ന് ആ വീട് താഴെ പണി നടക്കുന്ന സമയത്ത് മേലോട്ട് പൈപ്പ് ഇട്ട് ആ പൈപ്പ് അങ്ങനെ തന്നെ ഉണ്ട്. വെള്ളം ആർക്ക് ആവശ്യം വന്നാലും അപ്പം മോട്ടർ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. മോട്ടർ ഓൺ ആക്കിയിട്ട് ആരാ വെള്ളം എടുക്കുന്നത് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ആ മൈൻഡിലുള്ള ആൾക്കാരാ. എല്ലാവരും അങ്ങനെ ആവണം നമുക്ക് ഭാഷ പിടിക്കാൻ പറ്റൂല. ഇത്ര നാളും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ആ ഒരു ഇത് നമ്മളവിടെ നിന്ന് മാറി അങ്ങനെ ഒരു ടൈമിൽ ബ്ലോക്ക് ആയതാണ്. പിന്നെ നമുക്ക് അവർ പറഞ്ഞ എമൗണ്ടിന് പുറമെ വീണ്ടും ആദ്യം മുതലേ എല്ലാം ചെയ്യണം, മോട്ടർ ഹോസ് ഇതെല്ലാം താങ്ങൂല. അതുകൊണ്ടാണ് പിന്നെ താഴത്തെ വീട്ടിൽ നിന്ന് എടുക്കാന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നത്. ഇപ്പൊ ഇവര് ഉമ്മച്ചയും എന്റെ ഉമ്മയപ്പയും മാറുന്നതും തൊട്ടടുത്ത് തന്നെ. അവിടെ പിന്നെ ഒരു വളവ് അത്രേ ഉള്ളൂ, വളവിന്റെ വ്യത്യാസമില്ലോ. അതിന് പുറമെ അവിടെയും കുടിവെള്ളം ഉണ്ട് അത്യാവശ്യം. പിന്നെ ഇതുണ്ട്, കുഴക്കണ്ടറുണ്ട്, പിന്നെ വേറൊരു കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്, ഒലിന്ന് വരുന്നതുണ്ട്, പിന്നെ അതുപോലെ ജപ്പാന്റെ ഉണ്ട് വെള്ളമുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അങ്ങനെ പോകാൻ പറ്റും. വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ നിന്ന് നമുക്കെല്ലാം നിർത്തിയിട്ട് വരാനും പറ്റില്ല, ബസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വഴിയേ വരും. അതൊക്കെ ഞങ്ങൾ മാറണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ബസ് ഇങ്ങനെ എടുത്തത്. ഒറ്റയടിക്ക് നമുക്കത് മാറിയേക്കാം, ഇങ്ങോട്ട് മാറിയേക്കാന്ന് വിചാരിച്ചിരുന്നതാണ്. പറയച്ചില് മാത്രമേ ഉള്ളൂ, നമ്മളെ കൂടെ പെട്ടെന്ന് കൂട്ടിയാൽ കൂടുന്ന സാധനമൊന്നും അല്ലാതെ. അല്ല അതൊക്കെ ഇവിടെ വരുമ്പോ നമുക്ക് ഇവിടെ ഒരു വരുമാനത്തിനുള്ള മാർഗം കണ്ടുപിടിക്കണം. അങ്ങനത്തെ കുറെ ചെറിയ കാര്യമല്ലല്ലോ ഇതൊന്നും. അപ്പൊ അതൊക്കെ പയ്യെയാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ നമ്മുടെ കണ്ടീഷനാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും നാളെ ഇന്നെന്തായാലും നടക്കില്ല, ഇനിയിപ്പോൾ നാളെ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ എടുത്തു വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടക്ടറിന്റെ ഡ്രൈവറേയും കൂടെ കൂടിയിട്ടുള്ളതാണ് വിളിച്ചത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത്, താൽക്കാലികമാണ്. പിന്നെ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്റർവ്യൂവിൻ്റെ അങ്ങനെ അന്ന് കാസർഗോഡ് ഡിപ്പോയിലേക്ക് ഒന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ, എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. പിന്നെ നൈറ്റൊക്കെയാണ് നമുക്ക് ആവില്ല. അപ്പോൾ കുട്ടികളെയും മുട്ടിട്ട് ഒറ്റയ്ക്ക് രാത്രി അങ്ങനെ ലോങ് ആയിരിക്കും. കണ്ടക്ടർ ഡ്രൈവർ ഡ്യൂട്ടി ആകുമ്പോൾ ലോങ് ഡ്യൂട്ടി തന്നെ ആയിരിക്കും കിട്ടുക, നൈറ്റ് സർവീസ് തന്നെ ആയിരിക്കും. മിന്നലോ പത്തനംതിട്ടയോ കോട്ടയോ അങ്ങനെ ഏതെങ്കിലും സർവീസ് ആയിരിക്കും കിട്ടുക.
നോക്കട്ടെ, ഒന്ന് പോയി നോക്കാം. വിളിച്ചാൽ നമ്മൾ പണ്ട് ആഗ്രഹിച്ചിട്ടല്ലേ ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഞാനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലൈസൻസ് ഓരോന്നും SLC പാസ്സായി, പ്ലസ് 2 പാസ്സാകുമ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഹെവി കിട്ടിയപ്പോൾ, കണ്ടക്ട് ലൈസൻസ് കിട്ടിയപ്പോൾ, ഡിഗ്രി പാസ്സായപ്പോൾ എല്ലാം കൊണ്ടുപോയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 10ാം ക്ലാസ് പാസ്സാകുന്ന സമയത്ത് എത്ര നേരം ക്യൂ നിന്നിട്ടൊക്കെയാണെന്ന് അറിയാം. ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ശരി, നല്ല തിരക്കായിരിക്കും ആ സമയത്തൊക്കെ. അത് രാവിലെ തൊട്ട് ഉച്ചവരൊക്കെ നിന്നിട്ട് വൈകുന്നേരം വരെയൊക്കെ നിന്നിട്ടാണ് ഈ സാധനം അത് ചെയ്തിട്ട് എല്ലാവരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തില്ലടാ നിൽക്കും ആൾക്കാരൊക്കെ കേട്ടോ. അറിയില്ല. ചോദിക്കും എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തില്ലടാ, ചെയ്തു, പ്ലസ് 2 കഴിഞ്ഞ് ചെയ്യണം കേട്ടോ. അത് പ്ലസ് 2 അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറയും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം നമ്മൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തോണ്ട് അങ്ങനെ പിന്നെ ഡിഗ്രിക്ക് പോകുന്ന ഗൾഫിൽ പോകുന്നതിന് മുമ്പ് കിട്ടിയ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഏറ്റെടുത്താണ് കേട്ടോ. SRTC ഡ്യൂട്ടിയൊന്നും എനിക്ക് വലിയ കുഴപ്പമുള്ള കേസൊന്നുമല്ല. അത് സന്തോഷമാണ്. എത്ര കൊല്ലം കഴിഞ്ഞാല് അതെ, അതുകൊണ്ട് എന്തായാലും നമുക്കൊരു വിളി വരുമ്പോ എന്തായാലും പോയി നോക്കണം. ബാക്കി നമുക്ക് നോക്കിയിട്ട് എടുക്കാലോ. നമ്മൾ ആഗ്രഹിച്ചത് എത്ര കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും തിരിച്ച് കിട്ടുമ്പോൾ അതിന് നമ്മളൊരു പരിഗണന കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒന്നും കിട്ടാതെ വരുമ്പോൾ ആഗ്രഹം മാത്രമല്ല, ഇപ്പോൾ കിട്ടുമ്പോൾ അഹങ്കാരം എന്ന് പറയും. അതുകൊണ്ട് അത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വെറുതെ ബോറടിപ്പിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ, കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ കമൻസൊക്കെ കണ്ടു കേട്ടോ. രണ്ടാമത്തെ വീഡിയോക്കും എല്ലാ കമൻസും കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം കൂടെയുള്ളതിൽ. ഇനി ഞങ്ങൾ നല്ല നിങ്ങൾക്കുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരും, തീർച്ചയായിട്ടും വരും. നല്ല കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ടും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ചെയ്യാതെ. അല്ല, ഞങ്ങൾക്ക് ബോറടിച്ചില്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ബോറടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ഉപകാരം വേണ്ട. നിങ്ങളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കിട്ടുന്നൊരു സാധനം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നല്ല നല്ല പരിപാടിയായിട്ട് വരാം. യൂട്യൂബിൽ നല്ല നല്ല നിങ്ങൾക്ക് ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോസിലൂടെ കാണാം. ബൈ.